കർസർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഇങ്ക് സ്പ്ലാഷ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷൻ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. 6 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന 6 മാസ്കുകളുള്ള ഒരു ടെംപ്ലേറ്റ് ആണിത്. കർസർ ഇവിടെ നിന്നും പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് മാസ്ക് അവസാനിക്കുന്ന ഭാഗത്തായി, അതായത് വൈറ്റ് സ്ക്രീൻ വരുന്ന ഭാഗത്തായി നിർത്തുക. ഈ പോയിന്റ് അടയാളപ്പെടുത്തുന്നതിനായി ഈ പ്ലേബാക്ക് ലൈനിന് മുകളിൽ ചെറുതായി പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു ബ്ലൂ ഡോട്ട് വന്നിരിക്കുന്നത് കാണാം. ഇതാണ് ബുക്ക് മാർക്ക്. മാസ്കിനുള്ളിലായി ഓരോ ഇമേജുകളും വെക്കേണ്ട പൊസിഷനാണ് ബുക്ക് മാർക്ക് ചെയ്യുന്നതിലൂടെ നാം അടയാളപ്പെടുത്തുന്നത്. കർസർ വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് അടുത്ത വൈറ്റ് സ്ക്രീൻ വരുന്ന പോയിന്റിൽ നിർത്തുക. ബുക്ക് മാർക്ക് ചെയ്യുന്നതിനായി പ്ലേബാക്ക് ലൈനിന് മുകളിൽ ചെറുതായി പ്രസ് ചെയ്യുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ വൈറ്റ് സ്ക്രീൻ വരുന്ന പോയിന്റുകളിലും ബുക്ക് മാർക്ക് നൽകുക. ഇവിടെ വേണ്ട എല്ലാ ബുക്ക് മാർക്കുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി വെക്കുക. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ മാസ്കിൽ വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമേജുകളും ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.